നമസ്കാരം. വലിയ ഒരു കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായി എല്ലാ കരാറുകളുടെയും മാതാവ് അമ്മ കരാർ എന്നാണ് ഇന്ന് മാതൃഭൂമി ഇതിന് വിശേഷം നൽകിയത്. ലോകം നിയന്ത്രിക്കാൻ അമ്മ കരാർ. മത്സ്യം മുതൽ കാപ്പി വരെ ജനത്തിന് ഗുണം. ആഗോള GDP-യുടെ 25%-നും ആഗോള വ്യാപാരത്തിന്റെ 1/3 തുല്യമാണ് കരാർ. 140 കോടി ഇന്ത്യക്കാർക്കും യൂറോപ്പിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കും. അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ചിത്രങ്ങൾ സഹിതം മാതൃഭൂമി കാര്യമായി നൽകിയിട്ടുണ്ട്. വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA. 99% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇളവ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വമ്പൻ വ്യാപാര കരാറായി. യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന ഈ വർഷം നിലവിൽ വരും. അതിന്റെ തലക്കെട്ടുകളാണ് ഞാൻ വായിച്ചത്. ഇതിനെ എതിർത്തുകൊണ്ട് CPM പൊളിറ്റ് ബ്യൂറോ ഒരു കത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. കത്ത് പ്രേക്ഷകർക്ക് കാണാം. അതായത് ഇത് ഇന്ത്യക്ക് ഉതകുന്നതല്ല. ഇന്ത്യ ഒരു തരത്തിലും ഇത്തരം കരാറുകളിൽ ഏർപ്പെടരുത്. ഇത് സാമ്രാജ്യത്വ ശക്തികളുമായി പാശ്ചാത്യ ശക്തികളുമായുള്ള കൂട്ടുചേരലാണ്. അത് ഇന്ത്യക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇന്ത്യക്ക് ഇത്തരം കരാറുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. തൊഴിലാളി വർഗത്തിന് പ്രത്യേകിച്ച് ഗുണവുമൊന്നുമില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4-5 വരിയേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. ഇത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ ഒരു കാർഡാണ്, അല്ലെങ്കിൽ അവരുടെ കത്താണ്. കൊള്ളാം. രാജ്യത്തിന് ഗുണകരമായി എന്തു വന്നാലും അതിനെ എതിർക്കുക. ഇപ്പോൾ തന്നെ ഇതിന് ചില മറുപടികളൊക്കെ വരുന്നുണ്ട്. MA ബേബി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തി. ഈ വ്യാപാര കരാറിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഇത് രാജ്യത്തിന് ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു പദ്ധതിയാണ് എന്ന്. CPM-ഓ CPM-ന്റെ നേതാക്കളോ ഇത്തരം പദ്ധതികളെയോ ഇത്തരം പരിപാടികളെയോ എതിർത്താൽ അന്ന് മനസ്സിലാക്കിക്കോണം ഇത് രാജ്യത്തിന് ഗുണകരമായ പരിപാടിയാണ്, രാജ്യത്തിന് പുരോഗതി നൽകുന്ന, രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന പരിപാടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ചില ട്രോളുകളും കമന്റുകളും ഒക്കെ കണ്ടു. എന്തിനേയും നഖശികാന്തം എതിർക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തെറ്റിദ്ധരുത്തൽ ശക്തിയായി മാറി. ഞങ്ങൾ തെറ്റിദ്ധരുത്തി, ഞങ്ങൾക്ക് നേരത്തെ തെറ്റുപറ്റി. കമ്പ്യൂട്ടറിനെ എതിർത്തുകൊണ്ട് തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ട പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. ഇപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഏതെങ്കിലും സഖാക്കളുണ്ടോ? ഏതെങ്കിലും AKG സെൻട്രൽ ഓഫീസുകളിലോ കമ്പ്യൂട്ടറോ അതിന്റെ അനുബന്ധ ഘടകങ്ങളോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു CPM-ന്റെ എന്തെങ്കിലും ഒരു ഘടകത്തെ കാണിച്ചു തരാമോ? ഇല്ല. എല്ലാത്തിനെയും അങ്ങ് എതിർക്കുകയാണ്. കണ്ണുമടച്ച് എല്ലാത്തിനെയും എതിർക്കുന്നു. രാജ്യവിരുദ്ധതയാണ് ഇവരുടെ മുഖമുദ്ര. CPM-ന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത. ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാം എന്ന് പണ്ട് മുതലേ ആലോചിച്ചു വന്ന കൂട്ടരാണ് ഇവർ. കൊൽക്കത്ത തീസിസും ഡാങ്കയും അതുപോലെ തന്നെ സായുധ വിപ്ലവവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ചരിത്രമാണ്. എങ്ങനെങ്കിലും ഒരു രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഇവർ ഈ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് എത്ര ഭാഗ്യം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ 8-10 സംസ്ഥാനങ്ങളിൽ ഇവർക്ക് കൂടുതൽ സാന്നിധ്യമോ അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ നല്ല ഒരു വേരോട്ടമോ ഉണ്ടായിരുന്നു എങ്കിൽ ഇവർ എന്ത് ചെയ്തേനെ? രാജ്യത്തെ തകർത്തേനെ, വിറ്റ് തിന്നേനെ രാജ്യത്തെ. എല്ലാം കൈയിട്ട് വരലും വെട്ടിപ്പും തട്ടിപ്പും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ പറഞ്ഞ് എല്ലാത്തിനെയും എതിർക്കുകയും തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPM അന്നു മുതൽ 64 മുതൽ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഇന്നും അത് തുടരുന്നു. രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരു കരാറിനെ രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് എതിർക്കാനായി പൊളിറ്റ് ബ്യൂറോ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. എന്തായാലും പ്രമേയങ്ങൾ ഇനിയും വരട്ടെ. ഇവിടെ ഉറുമ്പ് കിടന്ന് ബഹളം കൂട്ടിയാൽ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അണ്ണാൻ കിടന്ന് മുക്കിയാൽ ആന എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യും. CPM ഇവിടെ കിടക്കുന്നു, കേന്ദ്ര സർക്കാർ ഇവിടെ കിടക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ കിടക്കുന്നു. രാജ്യത്തെ പരിപാലിക്കാനായി രാജ്യത്തിന് ഉതകുന്ന ശക്തികളുമായി ചേർന്ന് എല്ലാവിധ പുരോഗതിയും രാജ്യത്തിനുണ്ടാകണം, രാഷ്ട്രപരംവൈഭവത്തിലേക്ക് രാജ്യം എത്തണം എന്ന് സ്വപ്നം കണ്ട് മുമ്പോട്ട് പോകുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ഈ MA ബേബി തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എന്തായാലും ഇനിയും പൊളിറ്റ് ബ്യൂറോ പ്രമേയങ്ങളൊക്കെ ധാരാളം പാസ്സാക്കുക. ഞങ്ങളതൊക്കെ വായിച്ച് രസിച്ചു കൊള്ളാം. അത്യാവശ്യം നല്ല ഇംഗ്ലീഷിലൊക്കെ തന്നെയാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ഏറെയും ഇതൊന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യമായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പം പുതിയ പൊളിറ്റ് ബ്യൂറോയുടെ പുതിയ കത്തും പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ. രാജ്യം പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കും, കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും, രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിമ്പോട്ട് പോകുന്നതും തകർന്ന് തരിപ്പണമാകുന്നതും നിങ്ങളാണ് CPM-കാരിൽ. സങ്കടത്തോടെയാണ് പറയുന്നത്, എന്നാലും അത് സത്യമാണ്.